കുറത്തിയാട്ടം വീണ്ടും പ്രേക്ഷക ശ്രദ്ധ നേടുന്നു. മടിത്തട്ടിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ്. കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ, ഏഴിലോട്, കണ്ണൂർ. മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ, വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം. കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ, ഏഴിലോട്, കണ്ണൂർ. കേരളത്തിൽ മറ്റെങ്ങും കാണാൻ കഴിയാത്ത നൃത്തസംഗീത നാടകരൂപമായ കുറത്തിയാട്ടം ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും അരങ്ങിലേക്ക്. അന്നൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര ഉത്സവാഘോഷത്തിന്റെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസം കുറത്തിയാട്ടം വീണ്ടും അരങ്ങിലെത്തിയത്. നിങ്ങൾ യാഥാവിധിയിൽ കൊണ്ടാട്ടിയ പാർട്ടിയാ തമ്പുരാട്ടിമാരെ, നിങ്ങൾ കൊല്ലക്കുറത്തിയെ இந்த தம்பராக்கന്മാർ ആരാവ് കൂട്ടിക്കൊണ്ടുപോയത് കണ്ടുപോയെന്ന് ചൊല്ലി சொல்லி எங்கே என் கண்மணி உன் கணவனை தேடி, எங்கே என் கண்மணி உன் கணவனை தேடி, சந்தம் மீண்டும் இவனுடைய காந்தியை காண்மானகினை, சந்தம் மீண்டும் இவனுடைய காந்தியை காண்மானகினை, பாரிதிலே தருணாரியும் இன்னிக போரா மமதையடிக்கெதிர, பாரிதிலே தருணாரியும் இன்னிக போரா மமதையடிக்கெதிர, எங்கே என் கண்மணி. 44 വർഷങ്ങൾക്ക് മുമ്പ് 1980 തൃശൂർ പൂരം കാണാൻ പോയ കുറവനും കുറത്തിയും കൂട്ടം തെറ്റി വേർപിരിഞ്ഞു പോയ ഒരു നാട്ടറിവ് ചൊല്ലിനെ തൃക്കരിപ്പൂരിലെ അപ്പാടാശാൻ എന്നറിയപ്പെടുന്ന പണ്ഡിതനാണ് ഇങ്ങനെയൊരു കലാരൂപത്തിന് അടിസ്ഥാനമായി മൊഴിമാറ്റം ചെയ്തത്. അന്നൂർ സപ്തസ്വര തിയേറ്റേഴ്സ് സ്ഥാപക മെമ്പർമാരായ പരേതരായ ആനിടിൽ ശ്രീധരൻ മാസ്റ്റർ ഗാനങ്ങളും സംഗീതവും ഒരുക്കുകയും AK മണി അതിന് സംഭാഷണവും സംവിധാനവും നൽകുകയും ചെയ്തപ്പോൾ കുറത്തിയാട്ടം എന്ന നൃത്ത സംഗീത നാടകരൂപമായി അത് മാറുകയായിരുന്നു. സപ്തസ്വരയുടെ ആഭിമുഖ്യത്തിൽ ഇതേ അന്നൂർ അമ്പലത്തിലായിരുന്നു ആദ്യ അരങ്ങേറ്റവും. സപ്തസ്വരയിലെ ഒരംഗമായ ഓട്ടോ ഡ്രൈവർ CK ഭാസ്കരനായിരുന്നു കുറവനായി വേഷമിട്ടത്. തുടർന്ന് ഇക്കാലയളവിൽ 1500ഓളം വേദികളിൽ കുറത്തിയാട്ടം അവതരിപ്പിച്ചപ്പോഴും കുറത്തിവേഷം ധരിക്കുന്ന നടിമാർ മാറിയെങ്കിലും CK ഭാസ്കരന്റെ കുറവൻ മാത്രം മാറാതെ 40 വർഷക്കാലം അരങ്ങ് തകർക്കുകയായിരുന്നു. കുറവൻ ഭാസ്കരൻ എന്ന അപരനാമത്തിൽ പോലും ഇതുവഴി ഇദ്ദേഹത്തെ അറിയപ്പെടാനും തുടങ്ങി. കേരളത്തിൽ അങ്ങത്തോളം ഇങ്ങത്തോളം 1500 പരം സ്റ്റേജുകളിൽ അവതരിപ്പിച്ച ഒരു നാടൻ കല. നാടകത്തിലേക്ക് വരുന്നത് AK മണിമാഷ് ആണ്. ഇതിൻ്റെ സംഭാഷണ മണിമാഷാണ്. ഇതിൻ്റെ പുസ്തക രൂപണം മറ്റേ AK കൃഷ്ണമാഷ്, അപ്പാട് ആശാൻ, തൃക്കരിപ്പൂർ അപ്പാട് ആശാൻ, ഇതെല്ലാം അതിൻ്റെ ആൾ. ഇണ്ടത്ത് കണ്ണപ്പുതുവാൾ, കണിയമ്പളപ്പിൽ അമ്പുവാട്ടൻ, പിന്നെ ശ്രീധരൻ മാഷ്, ഇവരെല്ലാം ആൾക്കാരാണ്. അവരെല്ലാം ഇതിൻ്റെ ആദ്യം തുടക്കത്തിലേ ഉണ്ടായത്. ആദ്യകാലത്ത് 4-5 പേർ ഇതിലെ തറവാട്ട് കാരണവരായി മാറി മാറി വേഷമിട്ടുവെങ്കിലും കഴിഞ്ഞ 30 വർഷമായി അന്നൂരിലെ AP സോമനാണ് തുടർച്ചയായി കാരണവ വേഷത്തിൽ പ്രേക്ഷക ശ്രദ്ധ നേടുന്നത്. ഒരു കാര്യത്തിന് വിളിച്ചാൽ പോലും നിങ്ങൾ ആരും വിളി കേൾക്കരുത്. ആകപ്പാടെ ഈ കുരുത്തം കെട്ട മരുമക്കളെ കൊണ്ട് തോറ്റു ഞാൻ. ഒരുത്തനിപ്പോ ഇംഗ്ലീഷ് പഠിച്ച് പരന്തരീസായി. ഞാനിത് 30ാമത്തെ വർഷമാണ് ഈ കുറത്തിയാട്ടം എന്ന് പറയുന്ന കലാരൂപത്തിൽ അഭിനയിക്കുന്നത്. ഞങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നത് കുഞ്ഞാമാട്ടൻ എന്ന് പറയുന്ന ആളാണ്. കുപ്പളേരി കുഞ്ഞിരാമ പൊതുവാൾ എന്ന് പറയുന്ന കുഞ്ഞാമാട്ടൻ. അതിനുശേഷം പിന്നെ നമ്മുടെ അക്കാലത്ത് വിജയൻ ഉണ്ടായിരുന്നു. അതിനുശേഷം 2 വർഷം മറ്റോ നമ്മളെ കണ്ണദാസ് ഉണ്ടായിരുന്നു, അന്നൂരിലെ കണ്ണദാസ്. അപ്പോൾ ഞാനിതിലേക്ക് വരുന്നത് പിറ്റേന്ന് പരിപാടി ഉള്ള ഒരവസരത്തിൽ എന്നോട് അതിൻ്റെ തലേ ദിവസമാണ് എന്നോട് ഇതിൽ അഭിനയിക്കാൻ വേണ്ടി പറയുന്നത്. അത് ഈ ഭാസ്കരാട്ടനും, ഈ കുറവനായിട്ട് അഭിനയിക്കുന്ന നമ്മുടെ ഭാസ്കരാട്ടനും ഇതിൻ്റെ സംവാദകനും സംവിധായകനുമായ മണി മാസ്റ്ററും എൻ്റെ അടുത്ത് വരുന്നു. അതിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന നടന് പെട്ടെന്നെന്തോ ചെയ്യാൻ പറ്റാത്തൊരവസരം വന്നപ്പോൾ എന്നോട് അതിലേക്ക് ചെല്ലാൻ വേണ്ടി പറയുന്നു. അപ്പോൾ ഞാൻ നടനകലാക്ഷേത്രത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന അവസരമാണ്. അതിന് തൊട്ട് പിറ്റേ ദിവസം ചുഴലി ഭഗവതി ക്ഷേത്രത്തിൽ സ്റ്റേജുണ്ട്. റിഹേഴ്സൽ എടുക്കാൻ സമയമില്ല, എന്തായാലും വന്ന് ചെയ്യണമെന്ന്. അപ്പോൾ ഞാൻ കരുതിയത് നാട്ടിലല്ലല്ലോ, മറ്റൊരു സ്ഥലത്തല്ലേ, അപ്പോൾ ചെയ്യാമെന്നുള്ള ഒരു ധൈര്യത്തിൽ അങ്ങ് പോയി. അപ്പോൾ എൻ്റെ മനോധർമ്മം അനുസരിച്ച് ഞാനത് ചെയ്തു. അത് വിജയിപ്പിക്കാൻ പറ്റിയെന്ന് എനിക്ക് തോന്നി. ഇതിൻ്റെ സംഘാടകരും എന്നോട് പറഞ്ഞു നന്നായിട്ടുണ്ടെന്ന്. അങ്ങനെ
ഞാനിത് 30ാമത് വർഷം അതിന് തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. നിരവധി നടിമാർ ചെയ്ത കുറത്തിവേഷം ഇപ്പോൾ കുറച്ചു കാലമായി കെ ഗിരിജയുമാണ് കൈകാര്യം ചെയ്യുന്നത്. കണ്ടേനിവൻ കണ്ടേൻ കാവിനി മണിയേ, കണ്ടേനിവൻ കണ്ടേൻ കാവിനി മണിയേ, മണിയേ മണിയേ മണിയേ, കണ്ടേനിവൻ കണ്ടേൻ കാവിനി മണിയേ. നീ ഇത്തിരി നാൾ എങ്ക പോയിവിട്ടേണ്ടി എന്നെ പിരിഞ്ഞു പോണ ഉദ്ദേശിച്ചേവാ നീ ഓടിപ്പോയത്. നീയല്ലവാ എന്നെ പിരിഞ്ഞു പോകണമെന്ന് ഉദ്ദേശത്താൽ ഓടിപ്പോയത്. എങ്കയാണെടി പെണ്ണെ ഓടിപ്പോയത് നീയും, എങ്കയാണെടി പെണ്ണെ ഓടിപ്പോയത് നീയും, നിൻ കണവനെ മറന്ന തേവിടിയാളല്ല നീ, നിൻ കണവനെ മറന്ന തേവിടിയാളല്ല നീ. ശശിധരൻ കാറമേലാണ് ആദ്യകാലം മുതൽ തന്നെ കീബോർഡ് കൈകാര്യം ചെയ്യുന്നത്. കഴിഞ്ഞ 15 വർഷമായി തബലയുമായി പയ്യന്നൂരിലെ TK അജയകുമാറും 13 വർഷമായി വായ്പാട്ടുമായി പയ്യന്നൂരിലെ M ശ്രീജയും ഒപ്പമുണ്ട്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകാം ആരോഗ്യവും ഉന്മേഷവും. കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ, ഏഴിലോട്. പ്രകൃതിയുടെ മടിത്തട്ടിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ്. ഒഴിച്ചിൽ, കിഴികൾ, ധാര, വസ്തി, നസ്യം, പഞ്ചകർമ്മ ചികിത്സകൾക്കെല്ലാമുള്ള വിപുലമായ സൗകര്യം. മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ. വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം. കൃത്യതയാർന്ന പരിചരണം. പ്രകൃതിദത്ത ഭക്ഷണം. കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ, ഏഴിലോട്, കണ്ണൂർ.